ഏവരുടെയും പ്രിയങ്കരനായ ലാലേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡ് ആയിരുന്നു ഇന്ന് ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്നത്. വളരെ മനോഹരമായ ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. ഏഷ്യാനെറ്റും ബിഗ് ബോസ് ഒക്കെ കൂടി ലാലേട്ടന് ഒരുപാട് സർപ്രൈസുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്നാമത്തെ സർപ്രൈസ് ആയത് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കൂടെ കുറേ വിഷസ് ഒക്കെ നൽകി നമ്മുടെ ലാലേട്ടന് വേണ്ടിയിട്ട്. പിന്നെ കൂടാതെ ഇന്ന് രഞ്ജിനി ഹൈദർസ് ആയിരുന്നു ഷോ ആങ്കർ ചെയ്തത്. പിന്നെ വിജയ് യേശുദാസിന്റെ കുറേ പാട്ടുകളുണ്ടായിരുന്നു. അതൊക്കെ വളരെ മനോഹരമായിരുന്നു. പിന്നെ ഏറ്റവും വലിയ സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടന്റെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് സ്വന്തമാക്കാം. അതായത് നമുക്കറിയാം ലാലേട്ടൻ്റെ ഒരു മലയാളം ഹാൻഡ് റൈറ്റിംഗ് വളരെ മനോഹരമാണല്ലേ. നമ്മൾ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട് അത്. അപ്പോൾ ഇനി മുതൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു വെബ്സൈറ്റിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. www.a10font@.com എന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ അതിനകത്ത് കയറി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നമുക്കത് ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇനി അത് ലാലേട്ടൻ്റെ ഒരു ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് സ്വന്തമാക്കി ഉപയോഗിക്കാം. പിന്നെ വേറൊരു സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ക്ലബ് എഫ്എമ്മും മാതൃഭൂമിയും കൂടെ ഒരു എനിമിയല്ല ഒരു മൂവി പോലെ അവർ വോയിസ് ആണ് അത് നമുക്ക് ക്ലബ് എഫിനകത്ത് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇന്നൊരു എനിമേഷൻ പോലെ ഒരു ട്രെയിലർ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെയിലർ കണ്ടിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഭയങ്കര ഒരു കഥയുണ്ട് അതിനകത്ത് കാണാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കണ്ട, മിസ് ചെയ്യേണ്ട. എന്നാ റിലീസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ക്ലബ് എഫ് എം നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ പിഷാരടിയാണ് അതിൻ്റെ സ്റ്റോറി റേറ്റ് ചെയ്തേക്കുന്നത്. അതുകൂടാതെ പ്രേക്ഷകരിൽ നിന്നും കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോറി, നല്ല സ്റ്റോറീസ്. അപ്പോൾ അവരും ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പുന്നാട അണിയിക്കൽ, പിന്നെ മാലയിടൽ